ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ടീം നായകൻ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ. ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് കരുൺ നായർ മടങ്ങിയെത്തി. വിനേഷ് കുഞ്ഞിരാമനുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. വിനേഷ്, വർഷങ്ങൾക്ക് ശേഷം കരുൺ നായർ ഉൾപ്പെടെ മടങ്ങിയെത്തുമ്പോൾ എത്രത്തോളം കരുത്തുറ്റ ടീമാകുമിത്? വളരെ കരുത്തുറ്റ ഒരു സംഘത്തെ തന്നെയാണ് ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ സംഘം എന്ന് പറയുന്നത് വലിയ ശക്തിയുള്ള ഒരു സംഘം തന്നെയാണ്. 3 കാര്യങ്ങളായിരുന്നു നമുക്ക് ആകാംക്ഷയുണ്ടായിരുന്നത്. ഒന്ന്, ആരായിരിക്കും ഇന്ത്യൻ ടീമിനെ നയിക്കുക, ആരായിരിക്കും നമ്മുടെ നായകൻ എന്നുള്ള കാര്യമാണ്. അതിൽ ഉത്തരം വന്നിരിക്കുന്നത് ശുഭ്മൻ ഗില്ലാണ്. ഒരുപക്ഷെ KL രാഹുൽ അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറ ഈ 2 താരങ്ങളെ നായകരായി പരിഗണിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു പേസ് ബോളറായിട്ടുള്ള ജസ്പ്രീത് ബുംറ നേരത്തെ തന്നെ ഇന്ത്യൻ ടീമിനെ നയിച്ച് അതും നല്ല രീതിയിൽ തന്നെ നയിച്ചിട്ടുള്ള ഒരു അനുഭവ സമ്പത്തുള്ള ജസ്പ്രീത് ബുംറ ക്യാപ്റ്റൻ ആകുമോ എന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ അല്ല, ശുഭ്മൻ ഗില്ലാണ് നായകൻ. അതുപോലെ തന്നെ KL രാഹുൽ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഋഷഭ് പന്തിന് എന്തായിരിക്കും റോൾ. ഋഷഭ് പന്ത് ടീമിലുണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ഏത് രീതിയിലായിരിക്കും പരിഗണിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ തന്നെ പരിഗണിച്ചിട്ടുണ്ട്. ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി, ഉപനായകനായി ഋഷഭ് പന്തിനെ പരിഗണിച്ചിരിക്കുന്നു എന്നതാണ്. പിന്നീട് അരങ്ങേറ്റം കുറിക്കുന്ന താരങ്ങൾ പുതുമുഖങ്ങളായ ആരൊക്കെ ടീമിലുണ്ടാകുമെന്നതായിരുന്നു. 2 താരങ്ങളാണ് ഇന്ത്യൻ ജേഴ്സിയിൽ, വെള്ള ജേഴ്സിയിൽ അരങ്ങേറ്റം കുറിക്കാൻ, റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത് 2 താരങ്ങളാണ്. ഒന്ന് അർഷദീപ് സിംഗ്, പേസ് ബോളറായിട്ടുള്ള അർഷദീപ് സിംഗും അതുപോലെ തന്നെ സായ് സുദർശനും. സായ് സുദർശൻ ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി IPL ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സായ് സുദർശനെ ടീമിലെത്തിയിരിക്കുന്നു. മറ്റൊന്ന് കരുൺ നായരാണ്. കരുൺ നായർ 7 വർഷത്തിന് ശേഷം മലയാളി താരം കൂടിയായിട്ടുള്ള, മലയാളി ബന്ധങ്ങളുള്ള കരുൺ നായർ കൂടി ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നു എന്നതാണ്. അതാണ് മറ്റൊരു വിഷയമായിട്ടുള്ളത്. അങ്ങനെ കരുൺ നായർ ഇന്ത്യൻ ടീമിലേക്ക് 7 വർഷത്തിന് ശേഷം മടങ്ങിയെത്തുന്നു. സന്തുലിതമായ ഒരു സംഘം തന്നെയാണ്. പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലായാലും, ഓൾറൗണ്ടർമാരുടെ കാര്യമെടുത്താലും, സ്പിൻ ബോളർമാരായാലും, ബാറ്റർമാരായാലും സന്തുലിതമായ ഒരു സംഘത്തെ തന്നെയാണ്. 2 വിക്കറ്റ് കീപ്പർമാരാണ് ടീമിലുള്ളത്. ഒന്ന് ഉപനായകനായിട്ടുള്ള ഋഷഭ് പന്താണ്, മറ്റൊരാൾ ധ്രുവ് ജുറേലാണ്. കഴിഞ്ഞ പരമ്പരയിലൊക്കെ തന്നെയും ധ്രുവ് ജുറേൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ IPL രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയും തരക്കേടില്ലാത്ത പ്രകടനം. ഫിനിഷറുടെ ഒരു റോളിലാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് എങ്കിൽ പോലും ആ ഫിനിഷറുടെ റോൾ അത്രത്തോളം ഭംഗിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. അജിത് നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ആ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടെസ്റ്റ് ടീമിലേക്ക് കരുൺ നായർ കൂടി മടങ്ങിയെത്തിയിരിക്കുകയാണ്. വിനേഷ് കുഞ്ഞിരാമനാണ് വിശദാംശങ്ങൾ നൽകിയത്.